Hi friends, welcome back to my channel. It's me Ash. Assalamu alaikum guys. Today I'm going to make dates cake for diet special recipes. ആദ്യം തന്നെ നമുക്ക് ഡേറ്റ്സ് വെള്ളത്തിലിട്ട് 1 മണിക്കൂർ കുതിരാനായി വെക്കാം. ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു പാത്രം എടുത്ത് അതിലോട്ട് നമ്മൾ മൈദയല്ല ഇവിടെ ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടി അര കപ്പ് വീതമായാണ് ഞാൻ ഇട്ടത്. 1/2 ടേബിൾ സ്പൂൺ സോഡ പൗഡർ, ബേക്കിംഗ് സോഡ, അത് രണ്ടും മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഒരു മിക്സർ ഗ്രൈൻഡർ എടുത്ത് അതിൻ്റെ ജാറിനകത്തേക്ക് ഈ 1 അവർ കുതിർത്ത് വെച്ച ഡേറ്റ്സ് നമ്മൾക്ക് കുരു കളഞ്ഞ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതേ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ തന്നെ ബേക്കിംഗ് പൗഡറും 1/2 ടേബിൾ സ്പൂൺ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ബ്ലെൻഡറിലേക്ക് ഡേറ്റ്സും കുരു കളഞ്ഞ ഡേറ്റ്സ് പിന്നെ ഒരു 2 കപ്പ് വീതം വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഈ ഡ്രൈ മിക്സ്ചറിലേക്ക് ഇനി നമ്മൾക്കിത് ഓരോ കപ്പ് വീതം അളന്ന് ഒഴിച്ച് കൊടുക്കാം. ഒരുമിച്ച് ഒഴിക്കരുത്, ഇടവിട്ട് ഒഴിച്ച് വേണം നമ്മൾക്കിത് മിക്സ് ചെയ്തെടുക്കാനായി. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഡേറ്റ്സ് സിറപ്പ് ഒഴിച്ചതിന് ശേഷം ഡേറ്റ്സിൻ്റെ സിറപ്പല്ല പൾപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. പൾപ്പ് ഇട്ടതിന് ശേഷം നമ്മൾക്ക് മിക്സ് ഒന്ന് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഈ മിക്സർ ഗ്രൈൻഡർ വാഷ് ചെയ്ത വെള്ളം കൂടി ഞാൻ അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് മിക്സിലോട്ട് നമുക്കൊരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അവസാനം ഒഴിച്ച് കൊടുക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് ഈ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ മുറിഞ്ഞ് വീഴുന്ന പോലെ ആകുമ്പോഴാണ് ഇതിൻ്റെ പാകം. ഇനി ഞാനിന്ന് ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത് കുക്കറിലാണ്. കുക്കറിൻ്റെ അടപ്പ് നമ്മൾക്ക് അതിൻ്റെ ബെൽറ്റ് ഇട്ട് കൊടുക്കരുത്. ബെൽറ്റ് ഇടാതെ വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ. നമുക്ക് കുക്കറിലോട്ട് ആദ്യം തന്നെ കുറച്ച് ഗീ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായി അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂണോളം മൈദ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കാം. കാരണം നമുക്കിത് ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അതിനു വേണ്ടി മാത്രമാണ്. നമ്മൾ ആവശ്യമില്ലാത്തൊരു പാത്രം അടിയിലോട്ട് വെച്ച് അതിലോട്ട് ഈ കുക്കർ വെച്ചതിന് ശേഷം വേണം ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാനായി. ആദ്യം നമ്മളുടെ കുക്കർ പ്രീഹീറ്റ് ആകണം. പ്രീഹീറ്റ് ആയതിന് ശേഷം നമ്മൾക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഈ ബാറ്റർ കൊടുത്തതിന് ശേഷം ഹെയർ ബബിൾസ് ഒന്നും വരാതെ നോക്കണം. എന്നിട്ട് ഈ ബാറ്ററിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് കാഷ്യൂ ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് വിസിലിട്ട് കൊടുക്കാം. മറക്കരുത്, ബെൽറ്റ് ഇടാൻ പാടില്ല. വിസിലിട്ടതിന് ശേഷം നമുക്കൊരു 50 മിനിറ്റ്സോളം ഇത് വേവിക്കാനായി വെക്കണം. 50 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കിതൊന്ന് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ സ്റ്റിക്കോ ഉപയോഗിച്ച് ഒന്ന് പിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മൾക്കിതിലോട്ട് വെന്ത് വന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മൾ ഇത് എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇത് മുറിച്ച് നോക്കാം. റെഡി ആയിട്ടുണ്ട്. നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്, സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് ഓർക്കണം, ഇത് മൈദയല്ല ഗോതമ്പ് പൊടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് പൊങ്ങി വരത്തില്ല. മൈദ പോലെ ഇത് അത്ര പൊങ്ങി വരത്തില്ല. ബൈ.